ഹായ്, നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ഒരു ടെക്നിക്ക് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കോഴ്സായിട്ട് കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഈസി ആയിട്ടുള്ള എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളത്. ഇതാകുമ്പോൾ അത്യാവശ്യം കുറച്ച് പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് യൂസ് ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വാട്ടർ ടെക്നിക്കാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. പക്ഷേ ഇത് ഭയങ്കര റിസ്ക് ആണെന്ന് വിചാരിക്കരുത്. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടെക്നിക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വലിയൊരു പേപ്പർ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ചെറിയൊരു തുണ്ട്, ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു പേപ്പർ നിങ്ങൾ കീറിയെടുക്കുക. പിന്നെ കീറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കത്രിക കൊണ്ടോ കത്തി കൊണ്ടൊന്നും കീറാനായിട്ട് പറ്റില്ല. കൈ കൊണ്ട് തന്നെ അത് കീറാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ കീറിയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മുകളിൽ വശമൊക്കെ കീറിപ്പോയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പം ഇങ്ങനെ ചെറിയൊരു പേപ്പർ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ആണ്. സ്പ്രേ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്പ്രേ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സ്പ്രേ ആണോ ഉള്ളത് അതെടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ, അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു സ്പ്രേ എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം ചെറിയൊരു ഗ്ലാസ് ആണ്, ഇതിനേക്കാളും കുറച്ച് വലിയൊരു ഗ്ലാസ് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വെക്കുക. നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച ശേഷം പിന്നെ നിങ്ങളുടെ കൈകൾ രണ്ടും ഇങ്ങനെ വെക്കുക. മീൻസ് നിങ്ങളുടെ ഈ ഗ്ലാസിൻ്റെ രണ്ട് വശത്തായിട്ട് രണ്ട് കൈകൾ വെക്കുക. അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ പേഴ്സണെ ആലോചിക്കുക. ആ പേഴ്സണെ ആലോചിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് നടക്കുന്നതായിട്ട് നിങ്ങൾ ആലോചിക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചർ ആയിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്, നിങ്ങളുടെ മാരേജ് ആയിരിക്കാം. ഇങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുന്ന മൊമെന്റ്സ് നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. അപ്പോൾ കണ്ണടച്ചുകൊണ്ട് കുറച്ചു നേരം നിങ്ങളത് നന്നായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് നോക്കുക. അത് വിഷ്വലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഫുൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ നടക്കുന്നതിൻ്റെ മുഴുവൻ സന്തോഷവും നിങ്ങളുടെ മനസ്സിലപ്പോൾ വരണം എന്നുള്ളതാണ്. അങ്ങനെ വന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ പിന്നെ ഇമാജിൻ ചെയ്യേണ്ടത് ഈ രണ്ട് കൈകളുടെ ഇടയിലൂടെ ഒരു വൈറ്റ് കളർ ലൈന് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അതായത് ഒരു വൈറ്റ് ലൈന് രണ്ട് കൈകളുടെയും ഇടയിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അത് മറക്കരുത്, വൈറ്റ് ലൈനാണ്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുമായിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ചതിന് ശേഷം നിങ്ങളുടെ രണ്ട് കൈകളുടെയും ഇടയിലൂടെ വൈറ്റ് ലൈന് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ആലോചിക്കുക. അതും ക്ലാസ്സിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ നിങ്ങളുടെ കൈകൾ വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് ജസ്റ്റ് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ പേപ്പറിനകത്ത് നിങ്ങൾ അഫർമേഷൻ എഴുതുക. ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ള അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കല്യാണം നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് വേറെ അഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, നിങ്ങളുടെ മനസ്സിന് തോന്നുന്നത് ആ അഫർമേഷൻ എഴുതുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നടക്കുന്നു, പ്രസന്റ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ നമ്മുടെ കല്യാണം നടക്കുന്നു എന്ന് ജസ്റ്റ് നമ്മളത് എഴുതുക. എഴുതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പ്രേ ഉണ്ടല്ലോ, ആ സ്പ്രേ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അതിലേക്ക് ഒരു പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരു പ്രാവശ്യം അടിച്ചാൽ മതി, ഒരുപാടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം അടിക്കുക. ദെൻ നമ്മൾ സ്പ്രേ ചെയ്ത ശേഷം ജസ്റ്റ് നമ്മുടെ കയ്യിലും മേലിലൊക്കെ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ചുമ്മാ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് അങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മെല്ല് കൂടി ഇതിലേക്കൊന്ന് കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ മേലിലൊക്കെ ഒന്ന് ആക്കി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കുക. രണ്ടായി മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിലേക്ക് നമ്മളിത് ഇടുക. ഫുള്ളായിട്ട് മുക്കുക. ഫുള്ളായിട്ട് മുങ്ങി ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഫുള്ളായിട്ട് തന്നെ അതിൽ മുങ്ങിയിരിക്കണം. ഇങ്ങനെ വെച്ച ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരെ നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ താഴത്ത് കൊണ്ടുപോയി വയ്ക്കുക. മീൻസ് നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് ആ കട്ടിലിൻ്റെ നേരെ താഴെ ഇത് കൊണ്ടുപോയി വെക്കാനായിട്ട് നോക്കുക. നിങ്ങൾ തല വെക്കുന്നതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ കിടക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കിടക്കുന്ന ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ
നിങ്ങൾ ഫുള്ളായിട്ട് വിഷ്വലൈസ് ചെയ്യുക. മീൻസ് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള മാരേജ് നടക്കുന്നത്, നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ്, ഇങ്ങനെയെല്ലാം നിങ്ങൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നോക്കുക. നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യണം. അതും ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ മനസ്സിൽ തന്നെ വരണം. നിങ്ങൾക്കത് അപ്പം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫീൽ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ആ ഒരു ഫീലിങ്സിൽ തന്നെ, ആ ഒരു സന്തോഷത്തോടെ തന്നെ നിങ്ങൾ കിടന്നുറങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു ചിന്തയോടെ ആയിരിക്കണം നിങ്ങൾ കിടന്നുറങ്ങേണ്ടത്. അതുകൊണ്ടാണ് കിടക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യണം എന്ന് നമ്മൾ പറയണത്. അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെച്ചിട്ടുള്ള വെള്ളം അത് അങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഇതിനകത്തുള്ള പേപ്പർ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ വെള്ളം നിങ്ങൾ അങ്ങനെ മണ്ണിലേക്ക് ഒഴിച്ച് കളയാം. മണ്ണിലേക്ക് ജസ്റ്റ് അത് ഒഴിച്ച് കളഞ്ഞാൽ മതി, അതങ്ങനെ പൊക്കോളും. പിന്നെ ഈ പേപ്പർ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ജസ്റ്റ് നിങ്ങൾ നിവർത്തിയിട്ട് വെയിലത്തൊന്ന് ഉണക്കാനായിട്ട് വെക്കാം. ചിലപ്പോൾ ഇങ്ങനെ കീറിപ്പോകും നിവർത്തുമ്പോൾ. അപ്പോൾ അങ്ങനെ കൊണ്ടിട്ട് ഉണക്കാൻ വെക്കാം. ഉണക്കി വെച്ചിട്ട് നിങ്ങൾക്ക് നിവർത്തിയെടുക്കാം. അങ്ങനെ നിവർത്തി ഉണക്കിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അത് കത്തിക്കുക. ആ പേപ്പർ ഫുള്ളായിട്ട് ഒന്ന് കത്തിക്കുക. കത്തിക്കുമ്പോൾ അതിൻ്റെ ചാരം പുറത്തെങ്ങാനും പോകാനായിട്ട് സമ്മതിക്കരുത്. മീൻസ് നിങ്ങൾക്ക് ഈ ഫുള്ളായിട്ട് അതിൻ്റെ ചാരം ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ കത്തിച്ച് അതിൻ്റെ ചാരം കിട്ടിയ ശേഷം ആ ചാരം നിങ്ങൾ കാറ്റിൽ ഊതിക്കളയുക. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് നിങ്ങൾ ഒരു ഗ്ലാസ് എടുക്കുന്നു, വെള്ളം എടുക്കുന്നു. ദെൻ നിങ്ങളുടെ മനസ്സിലുള്ള ആ പേഴ്സണെ നിങ്ങൾ ആലോചിക്കുന്നു, 2 കൈകളും വെക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള നല്ല മൂമെൻറ്റ്സ് നിങ്ങൾ ആലോചിക്കുന്നു. നിങ്ങളുടെ കൈകളുടെ ഇടയിലൂടെ വൈറ്റ് ലൈന് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ആലോചിക്കുക. ദെൻ ആ വെള്ളം മാറ്റി വെച്ചിട്ട് ചെറിയ പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ അഫർമേഷൻ എഴുതുക. ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കല്യാണം നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ അഫർമേഷൻ എഴുതുക. അതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്പ്രേ എടുത്തിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്യുക. അത് നിങ്ങളുടെ മേത്ത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക. ദെൻ ആ പേപ്പർ 2ആയി മടക്കിയിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളത്തേക്ക് മുഴുവനായിട്ടും മുക്കി വയ്ക്കാനായിട്ട് നോക്കുക. അതായത് ആ പേപ്പർ മുഴുവനായിട്ടും അതിൽ മുങ്ങിയിരിക്കണം. അതിനുശേഷം നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ താഴെ അത് കൊണ്ടുപോയി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ തമ്മിലുള്ള നല്ല മൊമെൻറ്റ്സ്, നിങ്ങളുടെ മാരേജ്, ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുക. ആ വെള്ളത്തിൽ നിന്ന് പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ആ വെള്ളം മണ്ണിലേക്ക് ഒഴിച്ച് കളയുക. ആ പേപ്പർ വെയിലത്ത് ഉണക്കിയെടുത്ത ശേഷം ആ പേപ്പർ കത്തിക്കുക. അതിൻ്റെ ചാരം എടുക്കുക. എന്നിട്ട് കാറ്റിൽ ഊതിക്കളയുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇത് കറക്റ്റായിട്ട് ചെയ്യുക. ഇതൊരു 11 അല്ലെങ്കിൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഇത് കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് കഴിയും. എന്ന് കരുതി സ്റ്റോപ്പ് ചെയ്യരുത്. ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതൊന്നും അറിയാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, ഏതാണ് ഏറ്റവും നല്ലതെന്ന് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്